ഹായ് ഓൾ. അപ്പം എല്ലാവർക്കും സ്റ്റഡി നോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC സെപ്റ്റംബർ 25 നടത്താനിരിക്കുന്ന കോമൺ എക്സാമിൻ്റെ ഒരു ഫോക്കസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അതായത് നമുക്കറിയാം ജൂനിയർ അക്കൗണ്ടൻറ്റ്, അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് മാനേജർ, സ്റ്റോർ കീപ്പർ മുതലായ എക്സാമിനേഷൻ്റെ അല്ലെങ്കിൽ ആ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവരും റെഡി ആയിട്ടിരിക്കുവാണെന്നറിയാം. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഈ കോമൺ എക്സാമാണ് സെപ്റ്റംബർ 25 നടക്കുന്നത്. അതായത് കാറ്റഗറി 62, 63, 610, 611/2021, പിന്നെ അതേപോലെ തന്നെ 110/2022 എക്സാമൊക്കെ, അതായത് ഖാദി ബോർഡിൻ്റെയും പിന്നെ അക്കൗണ്ട്സ് ജൂനിയർ അക്കൗണ്ടൻറ്റ് പോലുള്ള എക്സാമിനേഷൻ്റെ എല്ലാം. അപ്പോൾ എല്ലാവരും പഠിച്ചിരിക്കുവാണെന്നറിയാം. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു സഹായം പോലെ തന്നെ എനിക്കിത് കണക്കാക്കാം. അപ്പം നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ സിലബസ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരും. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ്, കമ്പനി ലോ, ക്യാപിറ്റൽ മാർക്കറ്റ്, ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻകം ടാക്സ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ഓഡിറ്റിങ്. അപ്പോൾ ഇത്രയുമാണ് സിലബസ് ഉള്ളത്. നമുക്ക് 100 മാർക്കിലാണ് എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഇതെല്ലാ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പിന്നെ അതിനനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ ഏതായാലും ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഈ ഒരു ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കാരണം നമ്മൾ ഈ ഒരു എക്സാമിനേഷൻ്റെ ഈ ഒരു സീരീസ് ഞാനൊരു പാർട്ട് 1, 2, 3, 4, 5 അതായത് ഒരു 5 എണ്ണമെങ്കിലും ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ വെള്ളിയാഴ്ച വരെ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. എല്ലാവരും റെഡി ആയിട്ടിരിക്കുവാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ദെൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ കമ്പനി വിത്ത് ഹ്യൂജ് അക്യുമുലേറ്റഡ് റിസർവ്സ് distribute the earnings in the form of bonus shares are called. എന്താണ് the company with huge accumulated reserves will distribute the earning in the form of bonus shares are called. ഏതാണ് ആൻസർ? നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ എന്തായാലും അത് ആൻസർ പറയാൻ പോവാണ്. ഏതാണ്? സ്ക്രിപ്റ്റ് ഡിവിഡൻ്റ് ആണല്ലേ? സ്ക്രിപ്റ്റ് ഡിവിഡൻ്റ് ആണ്. ഈ സ്ക്രിപ്റ്റ് ഡിവിഡൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നും അതായത് ഡീലിംഗ് ചാർജ് ഒന്നും ഇതിനുണ്ടാവില്ല കേട്ടോ. ഇതിന് എന്തില്ലാവില്ല? എക്സംപ്റ്റ് ഫ്രം എന്താണ്? സ്റ്റാമ്പ് ഡ്യൂട്ടി. പിന്നെ അതേപോലെ തന്നെ ഡീലിംഗ് ചാർജുകളൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. ഓക്കെ, ഡീലിംഗ് ചാർജുകളൊന്നും ഈ ഒരു സ്ക്രിപ്റ്റ് ഡിവിഡൻറ്റിനുണ്ടാവില്ല കേട്ടോ. പിന്നെ അപ്പോൾ ഇതെന്താണെന്ന് നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ അല്ലേ? ദ കമ്പനി ക്യാൻ കീപ്പ് ദ ക്യാഷ് വിത്തിൻ ദ ബിസിനസ്. ദ കമ്പനി ക്യാൻ കീപ്പ് ക്യാഷ് വിത്ത് ഇൻ ദ ബിസിനസ്. ആ ബിസിനസ്സിൽ തന്നെയാണ് എന്ത് വരുന്നത്? ഇതിൻ്റെ ക്യാഷ് വരുന്നത് അല്ലേ? അതാണ് ഇത് സ്ക്രിപ്റ്റ് ഡിവിഡൻറ്റിൻ്റെ പ്രത്യേകത അല്ലേ? ഓക്കെ ആണല്ലോ. പിന്നെ അതായത് ഇതിനകത്തെല്ലാം നമ്മുടെ ഈ അഡീഷണൽ ഷെയർസ് ഒക്കെ ഇതെന്താണ്? ക്യാഷ് ഡിവിഡൻ്റ് ആയിട്ട് അഡീഷണൽ ഷെയർസ് ആർ ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് ഡിവിഡൻ്റ് എന്നാണ് നമ്മൾ ഈ ഒരു ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് പ്രോമിസറി നോട്ടാണല്ലേ? ഇറ്റ് ഈസ് ഫോം ഓഫ് പ്രോമിസറി നോട്ടാണ്. ഓക്കെ, പ്രോമിസറി നോട്ട്. ഓക്കെ, ദെൻ അപ്പോൾ പിന്നെ വേറെ എന്താണ് നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ പറയാവുന്നത്? ഇറ്റ് ബിയേഴ്സ് ദ ഇൻട്രസ്റ്റ് ആൻഡ് അക്സെപ്റ്റഡ് ആസ് ദ കൊളാട്രൽ സെക്യൂരിറ്റി ആണ് അല്ലേ? ഇതെന്താണ്? ഇതുപോലെ നമുക്ക് നോക്കാം. കൊളാട്രൽ സെക്യൂരിറ്റി എന്ന ആ ഒരു കേസിൽ നമുക്കിതിനെ എന്ത് ചെയ്യാം, കാണാം. സ്ക്രിപ്റ്റ് ഡിവിഡൻറ്റ് ഒരു കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ടൊക്കെ നമുക്ക്
യൂസ് ചെയ്യാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് നോൺ ആസ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് നോൺ ആസ് എന്താണ്? റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണോ, റിട്ടേൺ ഓഫ് ടോട്ടൽ അസറ്റ് ആണോ, റിട്ടേൺ ഓഫ് ഫിക്സഡ് അസറ്റ് ആണോ? ഏതാണ് റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലേ. ഏതാണ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ദാണ്ട് ഇതിനെ നമ്മൾ ചിലപ്പം ഈ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡിന് പകരം ചിലപ്പോൾ ROCE എന്നായിരിക്കും കാണുന്നത് കേട്ടോ. ROCE എന്നായിരിക്കും കാണുന്നത്. ഓക്കെ, ഇറ്റ് ഷോസ് ഹൗ വെൽ ദ മാനേജ്മെൻറ്റ് ഹാസ് യൂസ്ഡ് ദ ഫണ്ട് സപ്ലൈഡ് ബൈ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ്? ഇറ്റ് ഷോസ് എന്താ കാണിക്കുന്നുണ്ട്? ഇറ്റ് ഷോസ് ഹൗ വെൽ ദി മാനേജ്മെൻറ്റ് ഹാസ് used the funds supplied by എന്താണ്? ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അല്ലേ. ഓക്കെ, ദെൻ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡെഫിനേഷനായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. ഈ ROCE കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു അതിൻ്റെ ഇക്വേഷൻ? ദ ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതായത് നമ്മൾ EBIT എന്ന് എഴുതും കേട്ടോ. EBIT. അപ്പോൾ ഞാൻ ഈ EBIT എന്ന് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലായിക്കോണം എന്താണ്? ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഓക്കെ, ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒന്നെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാം? ടോട്ടൽ അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയാം കേട്ടോ. കറണ്ട് ലയബിലിറ്റി. ഞാൻ ഇത് അധികം ഡീപ്പായിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഓർമ്മ പുതുക്കുക എന്നുള്ള കേസ് മാത്രമാണ്. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്കിതിനെ എങ്ങനെ പറയാം? ഫിക്സഡ് അസറ്റ്സ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ. ഓക്കെ ആണല്ലോ. ഫിക്സഡ് അസറ്റ്സ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനായിട്ടുള്ള കേസ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഏതാണ്? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ കേസാണ് പറഞ്ഞത് കേട്ടോ. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അതിൻ്റെ ഇക്വേഷനാണ് ഏതാണ്? ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ടോട്ടൽ അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ. ക്ലിയർ ആണല്ലോ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് നോട്ട് സിമിലർ ടു വൺ ഓഫ് ദ ഫോളോയിങ്. ക്ലിയർ ആണല്ലോ. ഓക്കെ ആണല്ലോ. ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് നോട്ട് സിമിലർ ടു വൺ ഓഫ് ദ ഫോളോയിങ്. കട്ട് ഓഫ് റേറ്റ് ആണോ, ഹർഡിൽ റേറ്റ് ആണോ, ടാർഗറ്റ് റേറ്റ് ആണോ, ഇൻറ്റേർണൽ റേറ്റ് ആണോ? ഏത് വരും? ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തിന് സിമിലർ അല്ല? ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിന് സിമിലർ അല്ല. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ അനാലിസിസിന് വേണ്ടിയാണല്ലേ. യൂസ്ഡ് ഇൻ ദി ഫിനാൻഷ്യൽ അനാലിസിസ് ടു എസ്റ്റിമേറ്റ് the profitability of the potential investment.
the profitability of potential investment. ഓക്കെ, ഓക്കെ അല്ലേ? പിന്നെ വേറെ എന്താണ് ഇതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? എന്താണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണെ നമുക്ക് എന്തുമായിട്ടെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ? ഏതിൻ്റെങ്കിലും കേസിൽ റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനെ റിലേറ്റ് ചെയ്യാം? എൻ പി വിയുമായിട്ടല്ലേ? എന്താണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റിലേറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ ആണല്ലോ. പിന്നെ ദ റേറ്റ് ഓഫ്, പിന്നെ അതെന്ന് വെച്ചാൽ എന്ത് വരും? റേറ്റ് ഓഫ് റിട്ടേൺ യൂസ്ഡ് ഇൻ the capital budgeting to എന്താണ്? എന്തിലേക്കാണ്? ടു എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്? ടു മെഷർ ആൻഡ് കമ്പയർ. എന്ത് മെഷർ ചെയ്യാനും കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്? ഈ നെറ്റ് പ്രസൻറ്റ് വാല്യൂവും അതായത് ഇൻട്രസ്റ്റ് റേറ്റ് റിട്ടേൺ ഒക്കെ നമ്മൾ എന്ത് മെഷർ ചെയ്യാനും കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? എനി ഐഡിയ? കമ്പയർ ദി പ്രോഫിറ്റബിലിറ്റി അല്ലേ? പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ എന്ത് വരും? ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ അല്ലേ? പ്രോഫിറ്റബിലിറ്റി ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്, അതൊന്നും ഓർത്ത് വെച്ചിരിക്കും. ഓക്കെ അല്ലേ? അപ്പം ഇത്തരം കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി, ഞാൻ അധികം ഡീപ്പായിട്ട് കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതെന്താണ്, എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളൊന്ന് ഓർക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ അനുബന്ധമായിട്ട് തന്നെ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ മാത്രമല്ല, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക? സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത്, ദ നോൺ പ്രോഫിറ്റീവ് പ്രോജക്ട്സ് ആർ ടു ബി ഫിനാൻസ്ഡ് ബൈ. The non-productive projects are to be financed by. എന്താണ് പ്രൊഡക്റ്റീവ് പ്രോജക്ട്സ് ഒക്കെ ഫിനാൻസ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഡെബിറ്റ് ആൻഡ് ഇക്വിറ്റി ഫണ്ടാണോ? ഇക്വിറ്റി ഫണ്ടാണോ? റീറ്റെയിൻഡ് ഏണിംഗ് ആണോ? അതോ ഡെബിറ്റ് ഫണ്ടാണോ? ഏതാണ്? ഡെബിറ്റ് ആൻഡ് ഇക്വിറ്റി ഫണ്ടാണ് അല്ലേ? ഡെബിറ്റ് ആൻഡ് ഇക്വിറ്റി ഫണ്ട് അല്ലേ? ഓക്കെ, നമുക്കറിയാം ഈ ഡെബിറ്റ് ഫണ്ട്സ് എന്തിനാണ് എന്താ സംഭവം? അത് എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ഇൻ, എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിലാണ് അല്ലേ? അപ്പോൾ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഇക്വിറ്റി ഫണ്ട് എന്താണ് സംഭവം? അതെന്ത് ചെയ്യുന്നുണ്ട്? എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് എന്താണ്? പ്രൊഡമിനൻ്റ്ലി ഓക്കെ, അതായത് മെയിൻലി ഇൻ ഇക്വിറ്റി ഷെയർസ് ആൻഡ് റിലേറ്റഡ് സെക്യൂരിറ്റീസ് അല്ലേ? പ്രധാനമായിട്ടും ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇക്വിറ്റി ഷെയർസിലും പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റികളിലുമാണ് എന്ത് ചെയ്യുന്നത്? ഇക്വിറ്റി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എ സിറ്റുവേഷൻ വെയർ ദ കോസ്റ്റ് ആൻഡ് റവന്യൂ റൈസ് അറ്റ് ദ സെയിം റേറ്റ് ഈസ് നോൺ ആസ്. ഓക്കെ ആണല്ലോ? എ സിറ്റുവേഷൻ വെയർ കോസ്റ്റ് ആൻഡ് റവന്യൂ റൈസ് അറ്റ് ദ സെയിം റേറ്റ് ഈസ് നോൺ ആസ്. എന്താണ്? അത് പലതരത്തിലുള്ള ഇൻഫ്ലേഷൻ ഉണ്ടല്ലേ? ഏതാണ്? സിങ്ക്രണൈസ്ഡ് ഇൻഫ്ലേഷൻ അല്ലേ? ഏതാണ്? സിങ്ക്രണൈസ്ഡ് ഇൻഫ്ലേഷൻ. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് ദി അഡോപ്ഷൻ ഓഫ് JIT സപ്ലൈ ചെയിൻ
vendor management will drastically reduces the level of the adoption of JIT. JIT എന്തുവായിരുന്നു? JITയുടെ ഫുൾ ഫോം എന്താ? ജോയിൻ ഇൻ ടൈംസ് അല്ലേ? ജോയിൻ ഇൻ ടൈം. സോറി, ജസ്റ്റ് ഇൻ ടൈം. ഓക്കെ, ജസ്റ്റ് ഇൻ ടൈം എന്താണ്? ഏതൊക്കെ വരും? റോ മെറ്റീരിയൽ സ്റ്റോക്ക് ആണോ, ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോക്ക് ആണോ, വർക്ക് ഇൻ പ്രോഗ്രസ് സ്റ്റോക്ക് ആണോ, അതോ ഇവയെല്ലാമാണോ? ഏതാണ് ജസ്റ്റ് ഇൻ ടൈമിൽ വരുന്നത്? ഇവയെല്ലാം തന്നെ ഉണ്ടല്ലേ. റോ മെറ്റീരിയൽ സ്റ്റോക്കും ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോക്കും വർക്ക് ഇൻ പ്രോഗ്രസ്സും എല്ലാം ഇതിനകത്ത് വരുന്നതാണല്ലേ. ഓക്കെ ആണല്ലോ. ഇതെന്താണ് ഒരു ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്? ഇതെന്താണ്? ഇതിനെക്കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ ഇതെന്താണ്? ഒരു ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് മെത്തേഡാണല്ലേ. ഒരു ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് മെത്തേഡാണ്. എന്തിനു വേണ്ടിയാണ്? ദ ഗുഡ്സ് ആർ റിസീവ്ഡ് ഫ്രം ദ സപ്ലയേഴ്സ് ഓൺലി ആസ് ദേ ആർ നീഡഡ്. ഇൻ വിച്ച് എന്താണ്? ദ ഗുഡ്സ് ആർ received from suppliers only as they are needed. ഓക്കെ, ആവശ്യമുള്ള സമയത്തുള്ള കേസ് മാത്രമാണല്ലേ. ഓക്കെ അല്ലേ? പിന്നെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? JITയുടെ ഒബ്ജക്റ്റീവ് എന്താണ്? JITയുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ഒന്ന് കമൻറ്റ് ചെയ്തേ. എന്താ ചെയ്യുന്നത്? ടു റെഡ്യൂസ്. ഓക്കെ, ടു റെഡ്യൂസ് എന്താണ്? ഇൻവെൻറ്ററി ഹോൾഡിംഗ് കോസ്റ്റ്. പിന്നെന്തായിരുന്നു? increases ഇൻവെൻറ്ററി ടേൺ ഓവേഴ്സ് അല്ലേ. ഇൻവെൻറ്ററി ടേൺ ഓവർ. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴും അതിൻ്റെ നോട്ടുകൾ ഏകദേശമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം. അടുത്തതിലേക്ക് പോകാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. എ സിറ്റുവേഷൻ വെയർ ദ കമ്പനി ഡു നോട്ട് ഹാവ് ദ ഫണ്ട്സ് സഫിഷ്യൻറ്റ് ടു റൺ ഇറ്റ്സ് നോർമൽ ഓപ്പറേഷൻ സ്മൂത്ത്ലി. എ സിറ്റുവേഷൻ വെയർ ദ കമ്പനി ഡു നോട്ട് ഹാവ് ദ ഫണ്ട്സ് സഫിഷ്യൻറ്റ് ടു റൺ ഇറ്റ്സ് നോർമൽ ഓപ്പറേഷൻ സ്മൂത്ത്ലി. ഏത് വരും? ഏതാണ്? ഓവർ ട്രേഡിംഗ് ആണോ, ഓവർ ക്യാപിറ്റലൈസേഷൻ ആണോ, അണ്ടർ ക്യാപിറ്റലൈസേഷൻ ആണോ, അതോ ഇവയൊന്നുമല്ലേ? ഏത് വരും? ഏതാണ്? അണ്ടർ ക്യാപിറ്റലൈസേഷൻ അല്ലേ. ഏതാണ്? അണ്ടർ ക്യാപിറ്റലൈസേഷൻ. അപ്പം ഇതെന്താ സംഭവം? എ കമ്പനി എന്താണ്? എ കമ്പനി ഡസ് നോട്ട് ഹാവ് ഇനഫ് എന്ത് ക്യാപിറ്റൽ ടു കണ്ടക്ട് ഓർഡിനറി ബിസിനസ് ഓപ്പറേഷൻ. ഇനഫ് ക്യാപിറ്റൽ ടു കണ്ടക്ട് എന്താണ്? ദ ഓർഡിനറി ബിസിനസ് ഓപ്പറേഷൻ. ഓർഡിനറി ബിസിനസ് ഓപ്പറേഷൻസ്. ഓക്കെ, ഓർഡിനറി ബിസിനസ് ഓപ്പറേഷൻസ്. ഓക്കെ അല്ലേ? ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഓവർ ട്രേഡിംഗ് എന്താണ്? ഓവർ ട്രേഡിംഗ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതെന്താണ്? എക്സസീവ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് സ്റ്റോക്ക് ആണല്ലേ. ദി എക്സസീവ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സ്റ്റോക്സ്. സ്റ്റോക്സ് എന്തായിരുന്നു? ബൈ ഐദർ ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ് അല്ലേ. ബൈ ഐദർ or individual traders. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത എന്ത് വരും? അടുത്ത എന്തായിരുന്നു ഉണ്ടായിരുന്നേ? ഓവർ ക്യാപിറ്റലൈസേഷൻ എന്താണ്?
ഓവർ ക്യാപിറ്റലൈസേഷൻ. ഓവർ ക്യാപിറ്റലൈസേഷൻ എന്താണ് മീൻ ചെയ്യുന്നത്? ഓവർ ക്യാപിറ്റലൈസേഷൻ എന്താണ് മീൻ ചെയ്യുന്നത്? അതായത് ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓവർ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എക്സസീവ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണെങ്കിൽ ഓവർ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഓവർ ഫണ്ടിങ് ആണെന്ന് ഉദ്ദേശിക്കുക കേട്ടോ. ഓവർ ഫണ്ടിങ് ആണ് എന്നുള്ള കേസ് മാത്രം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. വെൻ എ കമ്പനീസ് ഡെപ്റ്റ് ആൻഡ് ഡെബിറ്റ് വെൻ എ കമ്പനീസ് debit and equity values are higher than and those of its total. ഓക്കെ അല്ലേ? അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. ഈ ഓവർ ക്യാപിറ്റലൈസേഷൻ ആകുമ്പോൾ തന്നെ ഓവർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എക്സസീവ് ആൻഡ് ബൈയിങ് സെല്ലിംഗ് ആണെങ്കിൽ ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഓവർ ഫണ്ടിങ് ആണല്ലേ. ഓക്കെ ആണല്ലോ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കേസ് നമ്മൾ പറയുവാണെങ്കിൽ ഇതിൻ്റെ കേസ് നമ്മൾ ഓർത്ത് വെക്കാൻ പറ്റുന്നത് എന്താണ്? അണ്ടർ ഫണ്ടിങ് ആണെന്ന് വിചാരിച്ചാൽ മതി. അണ്ടർ ഫണ്ടിങ് ആണ് ഈ ക്യാപിറ്റലൈസേഷൻ. അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പം ഇതിൻ്റെ റിസൾട്ട്, അതായത് ഓവർ ക്യാപിറ്റലൈസേഷൻ്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ദ മാർക്കറ്റ് വാല്യൂ ഈസ് ലെസ് ദാൻ ഇറ്റ്സ് ക്യാപിറ്റലൈസ്ഡ് വർത്ത്. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ ആണല്ലോ. നോക്കിയേ. ഓക്കെ അല്ലേ? നോക്കിയേ. എന്താ ക്വസ്റ്റ്യൻ? ദ ക്രെഡിറ്റ് ഓഫേർഡ് ബൈ എ ബിസിനസ് ഫേം ടു അനദർ ബിസിനസ് ഫേം ആസ് പാർട്ട് ഓഫ് ദ ട്രേഡ് ട്രാൻസാക്ഷൻസ്. ഏതാണ്? ദ ക്രെഡിറ്റ് ഓഫേർഡ് ബൈ എ ബിസിനസ് ഫേം ടു അനദർ ബിസിനസ് ഫേം ആസ് എ പാർട്ട് ഓഫ് ട്രേഡ് ട്രാൻസാക്ഷൻസ്. ഇതിനെന്താ പറയുന്നത്? എന്താ സംഭവം? ബിസിനസ് ടു ബിസിനസ് എഗ്രിമെൻ്റ് അല്ലേ ഇത്? ബിസിനസ് ടു ബിസിനസ് എഗ്രിമെൻറ്റിന് തുല്യമല്ലേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? അതെന്താണ്? ട്രേഡ് ക്രെഡിറ്റ് ആണ് കേട്ടോ. അതെന്താണ്? ട്രേഡ്. അപ്പോൾ ഇത് സിമ്പിളി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ് എഗ്രിമെൻറ്റ് വിത്ത് കസ്റ്റമർ ആൻഡ് സപ്ലയർ. ബിസിനസ് ടു ബിസിനസ് എഗ്രിമെൻറ്റ്. ഓക്കെ. ബിസിനസ് ടു ബിസിനസ് എഗ്രിമെൻ്റ് ആണല്ലേ. ആരൊക്കെയാണ്? കസ്റ്റമർ ആൻഡ് സപ്ലയർ. ഓക്കെ ആണല്ലോ. കസ്റ്റമർ ആൻഡ് സപ്ലയർ. ഓക്കെ അല്ലേ? എടേ, ഈ കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതൊരു ഷോർട്ട് ടേം അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ലോൺ ആണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ. ഇമ്മീഡിയറ്റ് ലോൺ ആണ് എന്നുള്ള കേസ് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. എന്ത് ചെയ്യാൻ? ടു ഫിനാൻസ് ദ പർച്ചേസ് ഓഫ് കമ്മ്യൂണിറ്റി ഓർ സർവീസസ് ഫോർ എ പേഴ്സണൽ കൺസപ്ഷൻ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. എന്താണ്? ടു ഫിനാൻസ്. ഓക്കെ. ടു ഫിനാൻസ് ദി purchase of commodities or services for personal consumption or to refinance debts incurred for such purpose. ഓക്കെ. അപ്പം ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ഈ മോർഗേജ് ലോൺ, ഈ ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ ഇല്ലേ,
ക്രെഡിറ്റ് കാർഡ്സ്, പിന്നെ സ്റ്റുഡൻറ്റ് ലോണ്, വീണ്ടും നമ്മൾ ഒന്നുകൂടെ സ്റ്റുഡൻറ്റ് ലോൺസ് ഒക്കെ ഇല്ലേ, ലോൺസ്, സ്റ്റുഡൻറ്റ് ലോൺസ്, പിന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മോർട്ട്ഗേജസ് എല്ലാം, മോർട്ട്ഗേജസ് എല്ലാം എന്ത് തന്നെയാണ്, ഇതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഏതിനാണ്? ഈ കൺസ്യൂമർ ക്രെഡിറ്റിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ? എടേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ക്യാഷ് ഡിസ്കൗണ്ട് എന്താണ്? ക്യാഷ് ഡിസ്കൗണ്ട് എന്തായിരിക്കും? ഇതെന്താണ്? ഒരു ഇൻസെൻറ്റീവായിട്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? ഇൻസെൻറ്റീവ് കൊടുക്കുന്നു. ഓക്കെ, എന്താണ്? ആരാ കൊടുക്കുന്നത്? സെല്ലർ ടു എ ബയർ ആണല്ലേ, ദാറ്റ് ഇൻസെൻറ്റീവ്, ദാറ്റ് സെല്ലർ ടു ബയർ. ഞാനിത് പ്രോപ്പർ വേയിൽ ഫുള്ള് ഡെഫിനേഷൻ എന്ന രീതിയിലല്ല, നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് പോയിൻറ്റ്സ് ആയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, എപ്പോഴാണ്? ഇൻ റിട്ടേൺ ഓഫ് പേയിങ് ബിൽസ് അല്ലേ, ഇൻ റിട്ടേൺ ഓഫ് പേയിങ് എ ബില്ല്. എപ്പോഴാ ബില്ല് സാധാരണ ബില്ല് ചെയ്യുമ്പോഴാണോ? ബിഫോർ ദി ഷെഡ്യൂൾഡ് ഡ്യൂ ഡേറ്റ് അല്ലേ, ബിഫോർ ദി ഷെഡ്യൂൾഡ് ഡ്യൂ ഡേറ്റ്. ഓക്കെ, അതോടെ ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. എന്താ ഇത്? ഇൻസെൻറ്റീവ് ദാറ്റ് സെല്ലർ ടു ബയർ ഇൻ റിട്ടേൺ ഓഫ് പേയിങ് എ ബിൽ ബിഫോർ ദ ഷെഡ്യൂൾഡ് ഡ്യൂ ഡേറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദി എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് equates to the market rate of interest for the investment of the similar risk profile. Okay, the expected rate of return of the market rate of interest for the investment of a similar risk profile. എന്താണ്? return that equates to the market rate of the interest for the investment for a similar risk profile. ഏത് വരും ഇവിടെ ആൻസർ? ഏത് വരും? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണോ, മാർജിനൽ കോസ്റ്റ് ആണോ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ആണോ, അതോ നൺ ഓഫ് ദിസ് ആണോ? ഏതാണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് അല്ലേ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് അല്ലേ. എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ദ വാല്യൂ ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് വെൻ ദി ഡിസിഷൻ ഈസ് മെയ്ഡ് അല്ലേ. എന്താ ഇതിൻ്റെ കേസ് എന്ന് പറയുന്നത്? ദ വാല്യൂ ഓഫ് ദി നെക്സ്റ്റ് ബെസ്റ്റ്, അല്ലെങ്കിൽ ഹയർ എന്നും പറയാറുണ്ട് കേട്ടോ, ഹയർ എന്നും വരാറുണ്ട്. ഹയർ ഓൾട്ടർനേറ്റീവ്സ് when the decision is made. When the decision is okay അല്ലേ, decision is made. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാർജിനൽ കോസ്റ്റ് എന്തായിരിക്കും? മാർജിനൽ കോസ്റ്റ് എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായിരിക്കും മാർജിനൽ കോസ്റ്റ്? ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് in the cost of producing one more unit or service, servicing. എന്താണ് സർവീസിങ്? one more customer അല്ലേ, one more customer ആണ് ഏത്? മാർജിനൽ കോസ്റ്റ്. അതായത് ഇൻക്രീസ് എന്താണ്? അതിൻ്റെ ഇൻക്രീസോ ഡിക്രീസോ എന്തോ ആയിക്കോട്ടെ, എന്താണ് പ്രൊഡ്യൂസ് എന്താണ് ഒന്നിൽ കൂടുതൽ യൂണിറ്റ് ആകുമ്പോഴോ, അല്ലെങ്കിൽ സർവീസിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യത്തില്ലേ, അത് ഒന്നിൽ കൂടുതൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സമയത്താണ് മാർജിൻ. നമ്മൾ മിക്കപ്പോഴും ഒക്കെ കാണാറുണ്ടല്ലോ,
ചില രണ്ട് മൂന്ന് പേര് ചേർന്ന് ഓരോന്നൊക്കെ വാങ്ങിക്കുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളിലേക്ക് ചിലപ്പോൾ പ്രൈസിൻ്റെ ആ ഒരു വ്യത്യാസം അവിടെ വരില്ലേ? അതൊന്ന് ഓക്കെ നോക്കിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ ഇതിനെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്നും അറിയപ്പെടുന്നു. പിന്നെ അപ്പോൾ അങ്ങനെ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ നമ്മൾ എങ്ങനെ അറിയപ്പെടാറുണ്ട്? ഓൾട്ടർനേറ്റ് കോസ്റ്റും എന്നൊന്നും അറിയപ്പെടാറുണ്ട് കേട്ടോ. ഓൾട്ടർനേറ്റ് കോസ്റ്റ് എന്നും ഇതിനെ എന്ത് ചെയ്യാറുണ്ട്? അറിയപ്പെടാറുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റിനെ നമ്മൾ ആവറേജ് കോസ്റ്റ് എന്താ? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് എന്താണ്? ടു ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ എന്താണ്? ടു ഫൈൻഡ് ദി ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ എന്താ? You will need the total amount of beginning inventory and recent purchases അല്ലേ? ഓക്കെ, ഫോർ സെയിൽ you will need the total amount of beginning inventory and recent purchase ഇത് പ്രീവിയസ് ഇയറിൽ ഇതേപോലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെ തന്നെ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ചോദിച്ചോട്ടെ. ഇതെങ്ങനെ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് എങ്ങനെയായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതെങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ഡിവൈഡഡ് ബൈ എന്താണ്? ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് അവൈലബിൾ ഫോർ സെയിൽ അല്ലേ? ഒരു നമ്പർ ഓഫ് യൂണിറ്റ്സ് അവൈലബിൾ ഫോർ സെയിൽ ഉണ്ടെങ്കിൽ അവൈലബിൾ എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മുടെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാം ഒന്നും നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആ മൊത്തം കോസ്റ്റും പർച്ചേസ് ചെയ്ത മൊത്തം കോസ്റ്റ്, ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സാധനം എൻ്റെ കയ്യിലുണ്ട്, 10 പേന എൻ്റെ ഉണ്ട്. എനിക്ക് അതിനകത്തൊരു 3 പേന വേണം. അപ്പോൾ ഞാൻ ബാക്കി 7 പേനയായിരിക്കും. അപ്പോൾ എനിക്ക് അതിന് ഒരു 700 രൂപ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതെന്താ സെയിലിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഇതെപ്പോഴും എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വിൽക്കാനൊക്കെ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇതെപ്പോഴും കണക്ക് കൂട്ടാൻ. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി കണക്ക് കൂട്ടാൻ വേണ്ടി. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ദിസ് ഫേമസ് ഡെഫിനിഷൻ ഈസ് ഗിവൺ ബൈ. ആരാ ഇത് പറഞ്ഞിരിക്കുന്നത്? പലരുടെയും മനസ്സിൽ വരുന്നത് ആരാണ്? ഹെറോൾഡ് കൂൺസ് ആണല്ലേ? പക്ഷെ അല്ല, മേരി പാർക്കർ ഫോളറ്റ് ആണ് കേട്ടോ ഇത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പലരും ഇത് കൂൺസ് പറഞ്ഞിട്ടുള്ളതാണോ എന്നൊരു ഡൗട്ട് പലർക്കും ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ഇതുവരെ ഏകദേശമൊക്കെ കറക്റ്റാണ് അല്ലേ? ഡൺ ത്രൂ ആൻഡ് വിത്ത് ആണ്. ആൻഡ് വിത്ത് ദ പീപ്പിൾ ഇൻ എന്ത്? ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്.
ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. ആര് പറഞ്ഞിരിക്കുന്നത്? ഹെറോൾഡ് കൂൺസ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പലരും ഈ ഒരു സംഭവം വരെ നോക്കുമ്പോഴാണ് കൂൺസ് എന്ന രീതിയിലേക്ക് പലരും പെട്ടെന്നൊരു ഐഡിയയിലേക്ക് പോകാറുണ്ട്. പക്ഷെ അത് അല്ല, മേരി പാർക്കർ ഫോളറ്റ് ആണ്, അദ്ദേഹത്തിൻ്റെ ആണ് ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ FW ടൈലർ ആരായിരുന്നു? FW ടൈലർ വല്ല പിടിയുണ്ടോ? വല്ല പിടിയുണ്ടോ അദ്ദേഹത്തിനെ? അദ്ദേഹം എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു പറഞ്ഞിരുന്നത്? സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണല്ലേ. എന്താണ് ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ നോർമൽ മാനേജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടല്ല, സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് എന്താണ്? നോയിങ് എക്സാക്ട്ലി what you want your men to do, and seeing that they do it in the best and cheapest way. ഓക്കെ, ഇത് നോർമൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിട്ടല്ല FW ടൈലർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. FW ടൈലറിനെ നമ്മൾ എന്താണ്? ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഫാദർ ഓഫ് മാനേജ്മെൻറ്റ് ആരായിരുന്നു? ഫാദർ ഓഫ് മാനേജ്മെൻറ്റ് ആരായിരുന്നു? പീറ്റർ ഫെർഡിനാൻഡ് ഡ്രങ്കർ അല്ലേ? പീറ്റർ ഡ്രങ്കർ എന്നാണ് മിക്ക ടെക്സ്റ്റിനകത്തും ഉള്ളത് കേട്ടോ. പീറ്റർ എഫ് ഡ്രങ്കർ, ഫെർഡിനാൻഡ് ഡ്രങ്കർ ആണ് ഏതെന്ന് പറയുന്നത്? ഫാദർ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പിന്നെ അപ്പം ഇത്രയും പറഞ്ഞപ്പോൾ നമ്മൾ ഇനി ലോറൻസ് ആപ്ലിയെ കളയാൻ പറ്റത്തില്ലല്ലോ. ആരാണ്? ലോറൻസ് എ ആപ്ലി. ഇദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ എന്തുവായിരുന്നു? ഇദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ എന്തുവായിരുന്നു? ഇദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ എന്തുവായിരുന്നു? മാനേജ്മെൻറ്റ് ഈസ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് പീപ്പിൾ ആൻഡ് നോട്ട് ഡയറക്ഷൻ ഓഫ് തിങ്സ് അല്ലേ? ആൻഡ് നോട്ട് ഡയറക്ഷൻ ഓഫ് തിങ്സ്. ഇങ്ങനെ ഡിഫൈൻ ചെയ്ത ആളാണ് ആര്? ലോറൻസ് എ ആപ്ലി. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് എടുത്തിരുന്നത്. 10 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസുടെ മാക്സിമം പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഇത് നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ്, പാർട്ട് 1 ആണ്. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഏതാണ്? പാർട്ട് 1 ആണ്. ഇനി ഉണ്ട്, നാളെ അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ 1 by 1 ആയിട്ട് തന്നെ ഇടും. അപ്പം എന്തായാലും എല്ലാവരും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളിത് കൂടുതൽ ഞാൻ ഈ ഓരോ ക്വസ്റ്റ്യൻസ് തരുന്ന സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക? നിങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കണക്റ്റിംഗ് ഫാക്റ്റൂടെ നിങ്ങൾക്ക് അത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു
ആ ഒരു കോറം നിങ്ങൾക്ക് എന്താവും കറക്റ്റായിട്ട് തന്നെ മുന്നോട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ കോമൺ എക്സാമാണ്, മാക്സിമം നല്ല രീതിയിൽ തന്നെ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കനും എനേബിൾ ചെയ്തിടുക. കാരണം നമ്മുടെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു ചാനൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആക്കുക എന്നുള്ളതാണ് കേട്ടോ. ക്രിയേറ്റിംഗ് യു എ ഗവൺമെൻറ് എംപ്ലോയി. എന്നാൽ ആവുന്ന രീതിയിൽ ഞാൻ എനിക്ക് പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല നമ്മുടെ വീഡിയോസും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ജോയിൻ ചെയ്യാൻ പറയുക. അപ്പം നമുക്കിനി ഒരു ലൈവ് ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസൊക്കെ അനുസരിച്ചിട്ട്, കൂടുതൽ സബ്സ്ക്രൈബേഴ്സൊക്കെ ആവുന്നതനുസരിച്ചിട്ട് നമുക്ക് ലൈവ് ക്ലാസ്സായിട്ട് ഈ റെക്കോർഡ് മാറ്റി ലൈവ് ക്ലാസ്സായിട്ട് തന്നെ നമുക്ക് പോകാം. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ശരി, ഞാൻ നിർത്തുന്നു. ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഇതിൻ്റെ അടുത്ത പാർട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം ശരി, ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.